Okay, we just heard that this whole month we are going to spend in prayer. നമ്മളിപ്പോൾ കേട്ടു ഈ മാസം മുഴുവൻ നമ്മൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ പോവുകയാണ്. And one of the things we heard is that we're going to be delivered from a lot of things. ഹല്ലേലൂയ. വേറെ നമ്മൾ കേട്ടൊരു കാര്യം, ഒരുപാട് കാര്യം നമ്മൾ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. Precious saints, words sometimes give different ideas for different people. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശുദ്ധന്മാരെ, വചനം, വാക്കുകൾ ചിലപ്പോൾ പ്രത്യേകമായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് തരാം. I want all of us to know and understand that we have already been delivered. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ വിടുവിക്കപ്പെട്ട് കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. Thank you, Father. You're already delivered. നമ്മൾ വിടുവിക്കപ്പെട്ട് കഴിഞ്ഞു. സ്തോത്രം. God has already delivered us through his son Jesus Christ. പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടി നമ്മളെ വിടുവിച്ചു കഴിഞ്ഞു. This must be very clearly understood. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. Unless we have this very clearly written down in our hearts, it's very difficult to understand what God is going to do for us. ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൽ വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ What were we delivered from? എന്തിൽ നിന്നാണ് നമ്മൾ വിടുവിക്കപ്പെട്ടത്? സ്തോത്രം. Why did Jesus come into the world? എന്തിനാണ് യേശു ലോകത്തിൽ വന്നത്? From what? എന്തിൽ നിന്ന് വിടുവിക്കാൻ? From Jesus came. Jesus came to save us from sin. പാപത്തിൽ നമ്മളെ വിടുവിക്കുവാനാണ് യേശു വന്നത്. The ungodly self is a product of sin. ഹല്ലേലൂയ. സ്തോത്രം. അതേ, ദൈവത്തോടുള്ള വിരോധം പാപത്തിന്റെ ഫലമാണ്. If you are self-centered, it is because there is sin. It is a product of sin. നമ്മൾ സ്വാർത്ഥരാണെങ്കിൽ അത് പാപത്തിന്റെ ഫലമാണ്. We must understand these facts very clearly. ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. Jesus came to save his people from sin. യേശു കർത്താവ് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ വന്നു. And that is the reason he died on the cross. അതിനുവേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. That is the reason why his blood was shed. അതിനുവേണ്ടിയാണ് തന്റെ രക്തം ചൊരിഞ്ഞത്. When we accept his sacrifice, we are released, delivered, saved, whatever you want to say, from sin. യേശുവിന്റെ കാൽവരി യാഗം നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ തൽക്ഷണം നമ്മൾ വിടുവിക്കപ്പെട്ടിരിക്കുകയാണ്. It is already done. ഇതെല്ലാം യേശു ചെയ്തതാണ്. Jesus died on the cross and said, "It is done. It is finished." ഹല്ലേലൂയ. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ യേശു പറഞ്ഞു, അത് നിവർത്തിയായി, അത് പൂർത്തീകരിക്കപ്പെട്ടു. Nothing more need to be done for us to be saved from sin. പാപത്തിൽ ഇനി വിടുവിക്കപ്പെടാൻ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. Jesus has already done it. യേശു അത് പൂർത്തീകരിച്ചു. This must go into our hearts very clearly. വളരെ വ്യക്തമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. Jesus has done it all. ഒരിക്കലായി യേശു നിർവഹിച്ചു കഴിഞ്ഞു. I don't have to add anything to what he did. ഞാനായിട്ട് അവൻ ചെയ്തതിനോട് ഒന്നും കൂട്ടണ്ട. I don't have to subtract anything from what he did. അവൻ ചെയ്തതിൽ ഒന്നും ഞാൻ കുറയ്ക്കുകയും ചെയ്യണ്ട. But we have a problem. അവിടെ ഒരു പ്രശ്നം. Some people understand this quickly and grow up. They go up and up and up in the spiritual ladder quickly. Some people never realize what God has done for them, and they always live a defeated life. ഹല്ലേലൂയ. ചിലർ ഈ സത്യം പെട്ടെന്ന് മനസ്സിലാക്കി ആത്മീയ ഗോവണിയിൽ വളരെ വേഗം ഉയരത്തിലേക്ക് കയറുമ്പോൾ ചിലർ ഈ സത്യം മനസ്സിലാക്കാതെ പരാജയത്തിൽ ജീവിക്കുക. That is why God started a church, I think. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സഭകളെ ദൈവം സ്ഥാപിക്കുന്നത്. So that we may know in our consciousness what God has done for us. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മനസാക്ഷിയിൽ എന്ത് യേശു നമുക്ക് വേണ്ടി ചെയ്തു തിരിച്ചറിയുവാൻ. We are called to live in victory. ജയത്തിൽ ജീവിക്കുവാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. Thanks be to God who always leads us in triumph in Christ Jesus. ക്രിസ്തു യേശുവിൽ നമ്മളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. Question. ഒരു ചോദ്യം. Are we living in triumph every day? ഓരോ ദിവസം നമ്മൾ ജയത്തിലാണോ ജീവിക്കുന്നത്? Here is a thought to think. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ ഒരു ചിന്ത. What do you mean by victory? ജയം എന്ന് പറഞ്ഞാൽ എന്താണ്? Victory is walking as Jesus walked on the face of the earth. യേശു കർത്താവ് ലോകത്തിന്റെ മുഖത്ത് നടന്നതുപോലെ നടക്കുന്നതാണ് ജയം. Praise the Lord. Thank you, Jesus. Jesus said യേശു പറഞ്ഞു through his apostle John, അപ്പോസ്തലനായ യോഹന്നാനിൽ കൂടി ഇങ്ങനെ പറഞ്ഞു, walk as he walked in this world. ആമേൻ. യേശു നടന്നതുപോലെ നമ്മൾ ഈ ലോകത്ത് നടക്കാൻ അപ്പോസ്തലൻ പറഞ്ഞു. When he comes, we shall be as he is. യേശു വരുമ്പോൾ നമ്മൾ അവനോട് സദൃശന്മാരാകുമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. Amen. Praise the Lord. So you are victorious അതുകൊണ്ട് നിങ്ങൾ ജയാളികളാണ്. if you walk like Jesus walked. യേശു നടന്നതുപോലെ നടന്നാൽ. Are you walking like Jesus walked? യേശു നടന്നതുപോലെയാണോ നിങ്ങൾ നടക്കുന്നത്? Are you having the same fellowship of victory as Jesus had? യേശുവിനുണ്ടായിരുന്ന ജയത്തിന്റെ കൂട്ടായ്മ നിങ്ങൾക്കുമുണ്ടോ? Then you can say that you are walking in victory. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ ജയത്തിൽ നടക്കുകയാണ്. Hallelujah. ആമേൻ. Some people say Jesus did not have to be an RN nurse. ഹല്ലേലൂയ. ചിലർ പറയും യേശുവിന് ആറ് നേഴ്സ് He ആകണ്ടായിരുന്നു. didn't have to work throughout the night and come on a Sunday morning.
രാത്രി മുഴുവൻ ജോലി ചെയ്തിട്ട് യേശുവിന് വരേണ്ട കാര്യമില്ലായിരുന്നു. I tell you, you will not find a nurse greater than Jesus. ഞാൻ പറയട്ടെ, യേശുവിനേക്കാൾ ശ്രേഷ്ഠ ഒരു നേഴ്സ് ഒന്നും കാണാൻ Some പറ്റത്തില്ല. people say Jesus was never married, Pastor. ചിലർ പറയും യേശു വിവാഹിതനല്ലായിരുന്നു. If he were not married, things would have been much better. That's why things were much better for him. ഹല്ലേലൂയ, സ്തോത്രം. യേശു വിവാഹിതനായിരുന്നെങ്കിൽ യേശുവിന് പറ്റത്തില്ലായിരുന്നു. A great marriage has already been fixed. ഹല്ലേലൂയ, ഒരു വലിയ വിവാഹം നമുക്ക് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. The handsome bridegroom is going to come to take his bride away. സൗന്ദര്യപൂർണ്ണനായ കാന്തൻ തന്റെ കാന്തയെ എടുക്കാനുള്ള സമയമായിരിക്കുക. Do you know what all issues? I'm speaking in a human term. Do you think Jesus is not having a good time with his church all over the world? ഹല്ലേലൂയ, മാനുഷികമായിട്ടുള്ള ആ വചനങ്ങളിൽ കൂടി പറയുകയാണ് തന്റെ സഭയുമായി യേശുവിന് നല്ല ബന്ധമില്ലേ? Jesus tells you to go this way, people go exactly the other way. യേശു പറയുന്നതിന് നേരെ വിപരീതമായ ആളുകൾ പോകുന്നു. Jesus tells people to be humble, they become proud. ആളുകളോട് താഴ്മയുള്ളവരായിരിക്കുമ്പോൾ അവർ നിഗളികളാകുന്നു. But he continues to love his church. ഓ, എങ്കിലും അതിലുപരിയായി യേശു തന്റെ ജനത്തെ സ്നേഹിക്കുന്നു. You know what? Hallelujah. Praise the Lord. We are called to take on his nature. അവന്റെ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ ദൈവം നമ്മളെ വിളിച്ചു. There is a beautiful verse in 2 Peter 1:5. ഹല്ലേലൂയ, 2 പത്രോസ് 1:5 ഇപ്രകാരം മനോഹരമായി We are called to be partakers of the divine nature. അവന്റെ ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. You want to bring the volume a bit down, children? Guys, bring the volume a bit down. We are called to partake of the divine nature. ഓ, സ്വർഗീയ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ദൈവം നമ്മളെ വിളിച്ചു. Hallelujah. Walking in victory means ജയത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ partaking of the divine nature. സ്വർഗീയ സ്വഭാവത്തിന് പങ്കാളികളാകുക. Simply put, it means ലളിതമായി പറഞ്ഞാൽ ഇങ്ങനെയാണ്, being like Jesus. യേശുവിനെ പോലെ ആകുക. That's victory. അതാണ് ജയം. This morning, how many of us think that we are walking like Jesus? എത്ര പേര് ചിന്തിക്കുന്നുണ്ട് യേശുവിനെ പോലെയാണ് ഞാൻ ഈ ഭൂമി നടക്കുന്നത്? If you are not come to that level, ആ ലെവലിലേക്ക് വന്നിട്ടില്ലെങ്കിൽ we need to be delivered from some things. എന്തിൽ നിന്നോ നമ്മൾ വിടുവിക്കപ്പെടേണ്ടിയിരിക്കുന്നു. Hallelujah. ആമേൻ. Praise God. ഹല്ലേലൂയ. That is why we have something called deliverance ministry in the church. അതുകൊണ്ടാണ് വിടുതൽ ശുശ്രൂഷ എന്ന ശുശ്രൂഷ സഭയിൽ ദൈവം കൊടുത്തിരിക്കുന്നത്. That is why we have sound teaching in the church. അതുകൊണ്ടാണ് ഹല്ലേലൂയ, സ്തോത്രം, ദൈവവചനത്തിന്റെ ശക്തമായിട്ടുള്ള പഠിപ്പീര So that we may all grow up into the unity that is in Christ. അതിന്റെ അർത്ഥം നമ്മളെല്ലാം ക്രിസ്തുയേശുവിലുള്ള ഐക്യത്തിൽ തികഞ്ഞവരാകുവാനാണ്. Hallelujah. This morning we are going to leave with victory. ഇന്ന് നമ്മൾ ജയത്തോടെ ഇവിടുന്ന് പോകും. This morning we are going to receive a little more of him. ഇന്ന് കർത്താവ് യേശുവിനെ കൂടുതലായി നമ്മൾ പ്രാപിക്കും. And when we go out, വെളിയിൽ പോകുമ്പോൾ that is where the test is going to be. അവിടെയാ നമ്മുടെ ടെസ്റ്റ് വരുന്നത്. We are going to prove നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്, we are more than conquerors in Christ. ക്രിസ്തുയേശുവിൽ നമ്മൾ ജയാളികളാണെന്ന് നമ്മൾ തെളിയിക്കും. Hallelujah. ആമേൻ. We are going to prove that. This church is going to prove that. ഈ സഭ അത് തെളിയിക്കും. This church is going to prove that. ഈ സഭ അത് തെളിയിക്കും. We are more than conquerors in Christ, who has delivered us, who has freed us, and who has died for us. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ വീണ്ടെടുത്ത യേശുക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണ ജയാളികളാണെന്ന് ഈ സഭ തെളിയിക്കും. Hallelujah. ആമേൻ. Praise the Lord. ആമേൻ. I want you to look into two verses. We are talking about victory today. നമ്മൾ ജയത്തെ പറ്റിയാണ് പറയുന്നത്. We are talking about deliverance and victory today. വിടുതൽ, ജയം, ഈ രണ്ട് വാക്കുകളെ പറ്റിയാണ് That's what പറയുന്നത്. I desire. I want us to look first of all into Colossians chapter 2, please. അതിനായി കൊലോസ്യർ 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് നോക്കാം. We see there what Jesus did on the cross. യേശു അവിടെ എന്ത് ചെയ്തെന്ന് നമുക്ക് കാണാൻ പറ്റും. Have the Bible here if you want. Colossians chapter 2. Hallelujah. Verses 13 onwards, I will read in English. 13 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. Colossians 2:13 onwards. കൊലോസ്യർ 2-ാം അധ്യായത്തിന്റെ When you were dead in your transgressions and the uncircumcision of your flesh, he, Jesus, made you alive together with him, having forgiven us all our transgressions, having cancelled out the certificate of debt consisting of decrees against us, which was hostile to us, and he has taken it out of the way, having nailed it to the cross. Amen. When he had disarmed the rulers and authorities, he made a public display of them, having triumphed over them through him. Amen. അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്താലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച്
ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. Hallelujah. ആമേൻ. People, do you see what Jesus did on the cross for us? പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ എന്താ ചെയ്തത് നിങ്ങൾ കണ്ടുവോ? Let me first take verses 13 and 14. ആദ്യം ഞാൻ 13-14 വാക്യം. We were dead in transgressions. നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. Before we were born again, spiritually we were dead people. നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുമ്പ് ആത്മീയമായി മരിച്ചവരായിരുന്നു. What did Jesus do for us? യേശു നമുക്കായിട്ട് എന്താണ് He ചെയ്തത്? made us alive. യേശു നമ്മെ ജീവിപ്പിച്ചു. He made us alive. യേശു നമ്മെ ജീവിപ്പിച്ചു. You know, when people ask, what is wrong, Pastor? As long as we go to some church on a Sunday morning, what does it matter? Are we not worshipping the same God? ചിലർ ചോദിക്കും, ഏതെങ്കിലും സഭയിൽ പോയാൽ പോരെ, നമ്മൾ ഒരേ ദൈവത്തെയല്ലേ ആരാധിക്കുന്നത്? If you walk into a church, നിങ്ങളുടെ സഭയിലേക്ക് പോകുമ്പോൾ you must be able to see the life of Christ among the people of the church. ആമേൻ. ക്രിസ്തുവിന്റെ ജീവൻ ആ സഭയിലെ ജനത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയണം. That's a mark by which you know, hey, this church belongs to the Lord Jesus Christ. അതുകൊണ്ടാണ് നമ്മൾ ഇത് യേശുവിന്റെ സഭയാണെന്ന് തിരിച്ചറിയുന്നത്. Supposing I advertise and say, there is tremendous life in Revival Church, come here. Supposing I advertise in the paper. ഒരു പക്ഷേ റിവൈവൽ ചർച്ചിൽ ഒരുപാട് യേശുവിന്റെ ജീവൻ ഉണ്ടെന്ന് ഞാൻ പരസ്യപ്പെടുത്തിയാൽ, but people come here, ആളുകൾ വരുമ്പോൾ they see the pastor always crying, പാസ്റ്റർ എപ്പോഴും or കരഞ്ഞുകൊണ്ടിരിക്കുക, he's always sad, അദ്ദേഹം ദുഃഖിതനായിരിക്കുക, he's always gloomy. അദ്ദേഹം നിരാശനായിരിക്കും. I say there is a lot of this in the world. Why should I come here? ഹല്ലേലൂയ. കടന്നു വരുന്ന വ്യക്തി പറയും, ഈ ലോകത്തിൽ ഇതിന്റെ കുറവുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തിനാ ഇവിടെ വരുന്നത്? Or they look at the members. ആളുകളെ നോക്കുമ്പോൾ They say, why are you crying, brother? സഹോദരൻ എന്തിനാ കരയുന്നത്? There is plenty of crying in the world. ഒത്തിരി കരയുന്നതിന് പുറത്തുണ്ടല്ലോ. You advertise life, ജീവനല്ലേ പ്രസിദ്ധീകരിച്ചത്, but you're always sad, എന്നാൽ നിങ്ങൾ നിരാശ, always gloomy, എപ്പോഴും നിരാശനാണ്, always full of burden. എപ്പോഴും I ഭാരമുള്ളവനാണ്. have plenty of this outside. ഇത് ഞാൻ ഒത്തിരി വെളിയിൽ Why should I come here? ഞാൻ എന്തിനാ ഇവിടെ വരേണ്ടത്? People of God, ദൈവജനമേ, you and I have been made alive in Christ Jesus. നിങ്ങളും ഞാനും ക്രിസ്തുവിൽ ജീവിപ്പിക്കപ്പെട്ടിരിക്കുക. Hallelujah. Amen. When people come into our church, let them see the life of Christ in us. ഓ ജനം നമ്മുടെ സഭയിൽ കടന്നു വരുമ്പോൾ യേശുവിന്റെ ജീവൻ ഇവിടെ കാണട്ടെ. Hallelujah. ആമേൻ. How do we do that? നമുക്ക് എങ്ങനെ കാണിക്കാം? We can do nothing to that. Just pray, Lord, manifest your life in me. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും, കർത്താവേ അങ്ങയുടെ ജീവൻ എന്നിൽ വെളിപ്പെടണമേ. Hallelujah. Amen. Church, this 3 weeks we are going to ask the Lord to manifest his life in us. ഈ വരുന്ന 3 ആഴ്ചകൾ തന്റെ ജീവൻ നമ്മളെ വെളിപ്പെടുത്തി നമ്മൾ കർത്താവിനോട് ചോദിക്കാൻ പോവുകയാണ്. So the first thing is that he made us alive. ഒന്നാമത് കർത്താവ് നമ്മളെ ജീവിപ്പിച്ചു. He made us alive together with him. തന്നോട് കൂടെയാണ് ജീവിപ്പിച്ചത്. Which means അതിന്റെ അർത്ഥം we have no life by ourselves. നമ്മുടേതായിട്ട് നമ്മളിൽ തന്നെ ജീവനില്ല നമുക്ക്. We are connected, attached, related, whatever words you want to use, with him who gives life. ജീവൻ തരുന്ന കർത്താവ് യേശുവുമായി നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു, ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് That is why it's very important to be connected to the head all the time. അതുകൊണ്ടാണ് ശിരസാകുന്ന യേശുവുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രധാനമാണ്. With that point in mind, would you quickly go to verse 19? ആ ചിന്തയോടുകൂടി ആ 19-ാം വാക്യത്തിലേക്ക് പോകാം. Do you see the marks of people who are, you can say, not in the right spirit? ശരിയായ ആത്മാവിലല്ലാത്ത ആളുകളുടെ അടയാളം അവിടെ കാണാം. They never hold fast to the head. അവരെ തലയെ മുറുകെ പിടിക്കത്തില്ല. They never receive their instructions from the Lord himself. കർത്താവ് തന്നെ കൊടുക്കുന്ന ഉപദേശങ്ങൾ അവർ സ്വീകരിക്കത്തില്ല. What do? അവരെന്ത് ചെയ്യും? They are 19. no, that is there. They are always inflated without cause by their fleshly mind. 18-ാം വാക്യം. Okay, hallelujah. അവരുടെ ജഡ മനസ്സിൽ അഹങ്കരിക്കുകയാണ്. ചീർത്തിരിക്കുക. ആമേൻ, ചീർത്തിരിക്കുക. That means they have their own ideas. അതിന്റെ അർത്ഥം അവരുടേതായിട്ടുള്ള ആശയങ്ങൾ അവർക്കുണ്ട്. They have their own ways of thinking. അവരുടേതായ രീതിയിൽ അവർ ചിന്തിക്കും. They are Christians. അവർ ക്രിസ്ത്യാനികളാ. But they never submit to the word of God. എന്നാൽ അവർ ദൈവവചനത്തിന് They കീഴടങ്ങത്തില്ല. never submit to the Holy Spirit. പരിശുദ്ധാത്മാവിന് അവർ കീഴടങ്ങത്തില്ല. As a result, what happens? അതിന്റെ ഫലമായി എന്ത് They നടക്കുന്നത്? enter into their own visions. അവരുടെ സ്വന്തം ദർശനത്തിൽ പ്രവേശിക്കും. And they move away from the head. അവർ തലയായ ക്രിസ്തുവിൽ നിന്ന് മാറും. Sadly, that has been the testimony of many churches in the past. ഓ ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ അനേക സഭകളുടെ സാക്ഷ്യം ഇതാണ്. But we are called to hold on to the head. എന്നാൽ നമ്മൾ ശിരസിനെ മുറുകെ പിടിക്കാൻ Who is our വിളിക്കപ്പെട്ടിരിക്കുന്നു. head, people? ആരാണ് നമ്മുടെ ശിരസ്? I want to tell you boldly, declare boldly, this church is under no denomination.
ഞാൻ ധൈര്യമായിട്ട് ഇന്ന് പൽക്കാലം വിളിച്ചു പറയുകയാണ്, ഈ സഭ ഒരു സംഘടനകൾക്കും കീഴെ അല്ല. We are a group of people who love the Lord Jesus Christ. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് We are നമ്മൾ. baptized into Christ. ക്രിസ്തു യേശുവിനോട് സ്നാനപ്പെട്ടവരാണ് We നമ്മൾ. believe that Christ is in us. നമ്മൾ വിശ്വസിക്കുന്നു യേശു നമ്മളിലുണ്ട്. We believe we must be baptized in the Holy Ghost. പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് നമ്മൾ വിശ്വസിക്കുന്നു. We believe that we are sons of God. ദൈവത്തിന്റെ പുത്രന്മാരാണ് നമ്മൾ We വിശ്വസിക്കുന്നു. believe that we are the righteousness of God in Christ Jesus. ക്രിസ്തു യേശുവിൽ നമ്മൾ ദൈവത്തിന്റെ നീതിയാണ് നമ്മൾ വിശ്വസിക്കുന്നു. And we believe our God will do amazing things for us in the days to come. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ഏറ്റവും അത്യത്ഭുതമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. Hallelujah. ആമേൻ. So remember, we are made alive with Him. ഓർക്കുക, നമ്മൾ ക്രിസ്തു യേശുവിനോട് കൂടെ ജീവിപ്പിക്കപ്പെട്ടു. When we read we are made alive with Him, ഹല്ലേലൂയ, നമ്മൾ യേശുവിനോട് കൂടെ ജീവിപ്പിക്കപ്പെട്ടു എന്ന് വായിക്കുമ്പോൾ that means we are always connected to Him, and we are always attached to one another. നമ്മൾ ഹല്ലേലൂയ അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, നാം പരസ്പരം We are ബന്ധപ്പെട്ടിരിക്കുന്നു. always connected to the source. നമ്മൾ അതിന്റെ ഉറവിടവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു. You know what the flesh does? ജഡം എന്താ പറയുന്നത്? You know what the devil tries to do? പിശാച് എന്താ പറയുന്നത്? He ശ്രമിക്കുന്നത് tries to take you away from that connection. ആ ബന്ധത്തിൽ നിങ്ങളെ വേർപെടുത്താനാണ് പിശാച് ശ്രമിക്കുന്നത്. Hallelujah. ആമേൻ. But tonight we say I am connected to the head. എന്നാൽ ഇന്ന് നമ്മൾ വിളിച്ചു പറയുകയാണ്, ഞാൻ ശിരസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. If you and I are connected to the head, നിങ്ങളും ഞാനും തലയായ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. what will flow through us, people? നമ്മളിൽ കൂടെ എന്താ ഒഴുകാൻ പോകുന്നത്? Life will flow through us. ജീവൻ നമ്മളിൽ കൂടെ ഒഴുകും. Deliverance will flow through us. വിടുതൽ നമ്മളിൽ കൂടെ ഒഴുകും. The Bible says out of you shall flow rivers of living water. ആമേൻ. ദൈവവചനം പറയുന്നു, നിങ്ങളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകും. Isn't that what the Bible says? അങ്ങനെയല്ലേ ദൈവവചനം പറയുന്നത്? So let us be connected to the head today. അതുകൊണ്ട് നമുക്ക് ശിരസ്സുമായി ബന്ധപ്പെടാം. He's a risen head. അവൻ ഉയർത്തപ്പെട്ട ശിരസ്സാണ്. He is the name above all names. അവന്റെ നാമം സകല നാമത്തിലും മേലായ And you and നാമം. I are freely connected to Him. ഓ, സൗജന്യമായി നമ്മളെ അവനോട് ചേർത്തതാണ്. You do not have to spend even one paisa or cent or dollar to get that life. ഓ, ആ ജീവൻ പ്രാപിക്കാൻ നമ്മൾ ഒരു സെന്റോ ഒരു ഡോളറോ ചെലവാക്കിയതല്ല. It has been given to you freely. സൗജന്യമായി നമുക്ക് തന്നതാണ്. He has made us alive with Him. ഓ, തന്നോട് കൂടെ ആ യേശു കർത്താവ് നമ്മളെ ഉയർപ്പിച്ചിരിക്കുക. See what all things He has done. എന്തൊക്കെ യേശു The ചെയ്തത്? next thing He does, അടുത്ത കാര്യം, He has forgiven all our transgressions. നമ്മുടെ അതിക്രമങ്ങളൊക്കെ ക്ഷമിച്ചു. Please do not think of your past precious saints. ദയവായി നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളെ ഓർക്കരുത്. He has forgiven it. യേശു അത് ക്ഷമിച്ചു കഴിഞ്ഞു. When the Holy Spirit reminds you, just ask Him forgiveness. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിച്ചാൽ ക്ഷമ ചോദിക്കുക. And now this is a word for some people in the church. സഭയിലുള്ള ചിലർക്കുള്ളൊരു വചനം, Two verses, two words. രണ്ട് വാക്കുകൾ. Move on. മുൻപോട്ട് പോവുക, Move on. മുൻപോട്ട് പോവുക, Move on. മുൻപോട്ട് പോവുക. Somebody shout an amen. ആമേൻ. ഹല്ലേലൂയ. Move on. ഓ, കീപ് ഓൺ മൂവിംഗ്. Purogoto, no, you're looking behind and saying, you know, I did that mistake. I shouldn't have spoken like that. Maybe I should have been a little softer. Hallelujah. Maybe I should have. Okay. That's all over. ആമേൻ. ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, ഞാൻ അവിടെ തൊട്ടുപോയല്ലോ, പിടിച്ചു പോയല്ലോ, ഇതിനെ ഒന്ന് നോക്കി വിചാരിച്ച് നിൽക്കരുത്, മുൻപോട്ട് പോവുക. I said these things have a way of holding you back. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പുറകോട്ട് പിടിക്കാൻ Ask സാധ്യതയുണ്ട്. God forgiveness and move on, precious saints. ദൈവത്തോട് ക്ഷമ ചോദിച്ച് മുന്നോട്ട് കുതിക്കുക. Don't be like the wife of Lot. ലോത്തിന്റെ ഭാര്യയെ പോലെ ആകരുത്. She was told not to look back, അവളോട് പറഞ്ഞു പുറകോട്ട് നോക്കരുത്. but she looked back. എങ്കിലും അവൾ നോക്കി. And you know what happened to her? അതിന്റെ ഫലം അറിയാം. Forget the past. കഴിഞ്ഞ കാലത്തെ മറക്കുക. Do you know that your past is hidden with Christ Jesus? നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കഴിഞ്ഞ കാലം ക്രിസ്തുവിൽ മറയപ്പെട്ടിരിക്കുകയാണ്. Now, many people do the same mistake. You know why? അനേകർ കഴിഞ്ഞ കാലങ്ങളിലെ അബദ്ധം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? Because we do not realize that we have been forgiven. നമ്മളോട് ക്ഷമിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. Don't look back. പുറകോട്ട് നോക്കരുത്, Go forward. മുൻപോട്ട് പോവുക. Hallelujah. ആമേൻ. Praise God. Hallelujah. Amen. Praise Some the of you are saying, ചിലർ പറയുക, Pastor, we like to go forward. ഞങ്ങൾക്ക് പുറകോട്ട് മുന്നോട്ട് പോകാനാ ഇഷ്ടം. But the members of the family are holding us back. എങ്കിലും വീട്ടുകാർ ഞങ്ങളെ പുറകോട്ട് പിടിക്കുക. I'll tell you a secret. ഞാൻ രഹസ്യം പറയാം. You go forward. നിങ്ങൾ മുന്നോട്ട് പോവുക. God will bring the members of your family with you. കുടുംബാംഗങ്ങളെ നിങ്ങളുടെ കൂടെ ദൈവം കൊണ്ടുവരും. You know what is happening to many of you? നിങ്ങൾ പലർക്കും എന്താ നടക്കുന്ന You അറിയാം. are trying to look back and bring the rest of the family with you. നിങ്ങൾ പുറകോട്ട് നോക്കി കുടുംബക്കാരെ എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുക. Jesus told you 1 year ago, walk with me, I will bring them with you. യേശു ഒരു വർഷത്തിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോകും, ഞാൻ അവരെ കൊണ്ടുവന്നോളാം. You did not obey. നിങ്ങൾ അനുസരിച്ചില്ല. You are staying in the same spiritual level. അതേ ആത്മീയത്തിൽ നമ്മൾ You are നിൽക്കുകയാണ്. trying to bring your family with you. കുടുംബത്തെ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. Meanwhile, Jesus has walked another 15 miles. ഹല്ലേലൂയ. ഈ സമയം കൊണ്ട് യേശു കഴിഞ്ഞ 15 മൈലുടെ Now you are closer to your problem than Jesus. ഇപ്പോൾ യേശുവിനേക്കാൾ നിങ്ങളുടെ പ്രശ്നവുമായി നിങ്ങൾ I അടുത്തിരിക്കുക. tell you today, prophetically, cut off and run after Jesus. പ്രാവചനികമായി ഞാൻ വിളിച്ചു പറയട്ടെ, എല്ലാം മുറിച്ചു മാറ്റിയിട്ട് യേശുവിന്റെ പിറകെ ഓടുക. You come closer to Him. യേശുവിന്റെ അടുത്തേക്ക് വരിക. He is capable of pulling anybody out of any household.
ഏത് വീടുകളിൽ നിന്നും ആരെയും പുറത്തിറക്കാൻ യേശുവിന് കഴിയും. He is more powerful than you think he is. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തനാണ് യേശു. He is King of kings and Lord of all. അവൻ രാജാധിരാജാവും കർത്താതി കർത്താവുമാണ്. He is the name above every other name. എല്ലാ നാമത്തിലും മേലായ നാമമാണ് അവന്റെ No നാമം. demon, no devil, no Lucifer can stand against our Jesus ഒരു Christ. ലൂസിഫറിനോ ഒരു പൈശാചി ശക്തിക്കോ യേശുവിന് നേരെ നിൽക്കാൻ സാധ്യമല്ല. Hallelujah. ആമേൻ. Do not let Satan defraud you of your victorious, pleasant, happy life. നിങ്ങളുടെ ജയകരമായ ഉന്മേഷകരമായ ജയജീവിതത്തിൽ നിന്ന് പിശാച് നിങ്ങളെ പിന്നോട്ട് പിടിക്കാൻ My അനുവദിക്കരുത്. precious saints, let me tell you, do not let people pull you back. വിലയേറിയ വിശുദ്ധന്മാരെ, ഹല്ലേലൂയ, ആളുകൾ നിങ്ങളെ പുറകോട്ട് പിടിക്കാൻ അനുവദിക്കരുത്. That is a trick of Satan. അത് പിശാചിന്റെ തന്ത്രമാണ്. I want to tell you quickly a story and move on. There was a man of God in the United States of America. I don't want to mention his name. At some point of time in Chicago, he came across a lot of obstacles against him, hostility against him. ഹല്ലേലൂയ. ചിക്കാഗോയിൽ ജീവിച്ചിരുന്ന ഒരു ദൈവമനുഷ്യൻ, അദ്ദേഹം ഒരു പ്രത്യേക സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. At one point of his life, ഒരു പ്രത്യേക സമയത്ത് guess who opposed him? ആരാണ് അദ്ദേഹത്തെ എതിർത്തത്? His wife, who was living with him, തന്റെ ഭാര്യ ഇതിനോട് ജീവിച്ചിരുന്നു. she rented out another pulpit. ഹല്ലേലൂയ. വേറൊരു പുൾപിറ്റ് ആ സഹോദരി റെന്റ് ചെയ്തു. She started preaching like this. ഹല്ലേലൂയ. ആ സഹോദരി ഇങ്ങനെ പ്രസംഗിച്ചു. You know, I was living with my husband for the last so many years. അനേക വർഷങ്ങളായി എന്റെ ഭർത്താവുമായി ഞാൻ ജീവിച്ചിരുന്നു. Whatever is preaching is a lie. അദ്ദേഹം പറയുന്നതെല്ലാം കള്ളമാണ്. He's a liar. അദ്ദേഹം കള്ളനാണ്. What do you think this man of God did? അല്ല, ഈ ദേവദാസൻ എന്ത് ചെയ്തു നമ്മൾ പ്രതീക്ഷിക്കുന്നത്? He just kept quiet. അദ്ദേഹം മിണ്ടാതിരുന്നു. He continued to preach. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ചെയ്തു. 3 years later, 3 വർഷത്തിന് his ശേഷം wife came back. അദ്ദേഹത്തിന്റെ ഭാര്യ മടങ്ങി She വന്നു. apologized. ഭാര്യ ക്ഷമ ചോദിച്ചു. She repented. അല്ല, അനുദപിച്ചു. And now in the husband's pulpit, she stood and said, I was not right. Forgive me. My husband is a saint. Thank you. ഹല്ലേലൂയ. ഭർത്താവിന്റെ പുൾപിറ്റിൽ കയറി നിന്നിട്ട് സഹോദരി പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് തെറ്റുപറ്റി പോയി, എന്റെ ഭർത്താവ് വിശുദ്ധനാണ്, ഹല്ലേലൂയ, അദ്ദേഹം പറഞ്ഞതാണ് സത്യം. How do you like that testimony? സാക്ഷ്യം നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നു? Hallelujah. ആമേൻ. Can you think of that man of God being misunderstood for 3 years? 3 വർഷം തെറ്റിദ്ധരിക്കപ്പെട്ട ആ ദൈവദാസനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. How many of you have gone through the pain of being misunderstood? തെറ്റിദ്ധരിക്കപ്പെട്ടതിന്റെ വേദന എത്ര പേർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്? ഹല്ലേലൂയ. It's a joy to be there, I tell you. You know why? ഞാൻ പറയട്ടെ, അവിടെ ഇതായിരിക്കും സന്തോഷമാണ്. Because in that place you are alone. കാരണം ആ സ്ഥലത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണ്. And there you have somebody to hold on. ആമേൻ. ആ പ്രത്യേക സാഹചര്യത്തിൽ ഒരു വ്യക്തിയുണ്ട് നിങ്ങളെ മുറുകെ പിടിക്കുന്ന വ്യക്തി. Hallelujah. Sometimes when we are misunderstood, when we are alone, we know how sweet the name of Jesus is. ആമേൻ. ചിലപ്പോൾ നമ്മൾ ഏകരാകുകയും ഒറ്റപ്പെടുമ്പോൾ, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ യേശു എത്ര മാധുര്യവാനാണ് നമുക്ക് രുചിച്ചറിയാൻ പറ്റും. I sometimes wonder, Lord, why? ഞാൻ ചിലപ്പോൾ ചോദിക്കും, കർത്താവ് എന്തുകൊണ്ടാണ്? I felt it like this. എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. At the rest of the time he won't get us, that is why. ഹല്ലേലൂയ. മറ്റു സമയങ്ങളിൽ നമുക്ക് കിട്ടത്തില്ല, ദൈവത്തിൽ നമ്മളെ കിട്ടത്തില്ല. We are so popular, everybody knows us, everybody is speaking good about us, everybody in the church loves us. Oh, we are on a popularity stuff, and we hardly have time for that intimacy with him. ഹല്ലേലൂയ. നമ്മൾ വളരെ പ്രസിദ്ധനാണ്, മറ്റുള്ളവർക്ക് വളരെ തിരക്കാണ്, ആളുകൾ നമ്മളെ കാത്തിരിക്കുന്നു. ആ സമയത്ത് ദൈവവുമായി പ്രത്യേകമായി ഇന്റിമേറ്റ് ആയിട്ട് സമയം ചെലവഴിക്കാൻ നമുക്കില്ല. Amen. സ്തോത്രം. So do not look at people. ആളുകളെ നോക്കരുതേ. Let them be. അവരങ്ങനെ എങ്ങനെയോ അങ്ങനെ Precious ആയിരിക്കും. saints, you run after Jesus. എന്നാൽ നിങ്ങൾ യേശുവിന് പിന്നെ ഓടുക. Let's move on from there. Amen. നമുക്ക് മുന്നോട്ട് പോകാം. Hallelujah. Are you with me, people of God? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. I'm looking at what are the things he has done. He has forgiven us all our transgressions. നമ്മുടെ അതിക്രമങ്ങളൊക്കെ ക്ഷമിച്ചു. Then 3 verse 14, he has cancelled out the certificate of debt consisting of decrees against us. ഹല്ലേലൂയ, സ്തോത്രം. ചട്ടങ്ങളും വിധികളുമായ ന്യായപ്രമാണത്തെ ക്രൂശിൽ തറച്ചു. And he has taken it out of the way. അതിനെ വഴിയിൽ നിന്ന് നീക്കി. Because he nailed it to the cross. അതിനെ ക്രൂശിൽ തറച്ചു. Do you know what happened on the cross? ക്രൂശിൽ എന്താ നടന്നത്? How many of you know what happened on the cross? ക്രൂശിൽ നടന്നതിനെ പറ്റി എത്ര പേർക്ക് അറിയാം? How many of you know what happened on the cross? Watch ക്രൂശിൽ this. എന്ത് നടന്നു? ആമേൻ. I wanted to watch this. നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. There's something very important. Come back quickly. വളരെ പ്രധാനപ്പെട്ടതാണ്. സ്തോത്രം. Oh, okay. സ്തോത്രം. Thank you, Father. Look at this. ദയവായി ശ്രദ്ധിക്കണമേ. This is the cross, let's say. നമുക്ക് ചിന്തിക്കാം, ഇത് ക്രൂശാണെന്ന് വിചാരിക്കുക. This is Jesus, let's say. ഹല്ലേലൂയ. യേശുവാണ് ചിന്തിക്കുക. Guys, watch this later, all right? ഹല്ലേലൂയ. Okay. Praise the Lord. Thank you. What did Jesus do? യേശു എന്താ ചെയ്തത്? He was on the cross. യേശു ക്രൂശിലായിരുന്നു. He did not sin even once. ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല. Hallelujah. Thank you, Jesus. Let's say all of us. നമുക്ക് ചിന്തിക്കാം, നമ്മൾ എല്ലാവരും. Let's say this denotes, this shows. ഹല്ലേലൂയ. Oh, how do you manage this? സ്തോത്രം. Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം. Let's imagine this is. ആമേൻ. Let's imagine this is the sin of the whole world. ചിന്തിക്കുക, ഇത് മുഴുവൻ ലോകത്തിന്റെ പാപമാണ്. Okay? ആമേൻ. Jesus, യേശു കർത്താവ്, who knew no sin,
പാപം അറിയാത്തവൻ. Hallelujah. God allowed all our sins to be put upon the sinless person. ഹല്ലേലൂയ. പാപമില്ലാത്ത യേശുവിന്റെ മേൽ സകല ലോകത്തിന്റെയും പാപം ഇടുവാൻ ദൈവം അനുവദിച്ചു. Are you understanding this? സ്തോത്രം. Thank you Lord. So what did Satan do? പിശാച് എന്താ ചെയ്തേ? Satan tries to accuse us പിശാച് നമ്മളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. because we have accepted the sacrifice on the cross of Jesus. യേശുവിന്റെ ക്രൂശിലെ യാഗം നമ്മൾ സ്വീകരിച്ചു. We can easily say, Satan, look at the cross. ഹല്ലേലൂയ. പിശാച് പറയാൻ പറ്റും, പിശാചേ ക്രൂശിലെ നോക്കി. All my sins are on the cross. എന്റെ പാപങ്ങളെല്ലാം ക്രൂശിലുണ്ട്. It is gone forever. അത് എന്നേക്കുമായി മാറിപ്പോയി. This is what God did for us in Christ ഇതാണ് Jesus. യേശു ക്രിസ്തുവിൽ പിതാവ് നമുക്ക് ചെയ്തത്. People, please understand this very ഹല്ലേലൂയ. clearly. ദയവായി നിങ്ങൾ മനസ്സിലാക്കണം. So don't keep on thinking, God did not, thank you, Mole. God did not hear my prayer because I'm a sinner. Don't ഹല്ലേലൂയ. think like that. നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, ഞാൻ പാപിയാണെന്നുകൊണ്ട് ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല. How many sinners are here? എത്ര പാപികൾ ഇവിടെ ഉണ്ട്? Please accept the Lord Jesus Christ today. ഹല്ലേലൂയ. ദയവായി യേശുവിനെ സ്വീകരിക്കുക ഇന്ന്. Because you have accepted the death on the cross. യേശുവിന്റെ മരണം നിങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് It is the acceptance of the forgiveness of your sins. ദൈവത്തിന്റെ ക്ഷമാപണം നിങ്ങൾ സ്വീകരിക്കുകയാണ്. You and I have been made righteous. നിങ്ങളും ഞാനും നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു. Hallelujah. ആമേൻ. Do you believe this, people of God? എത്ര പേർ വിശ്വസിക്കുന്നു? Your prayers become stronger when you know who, yes, as Pastor says, who you are in Christ Jesus. ക്രിസ്തു യേശുവിൽ നമ്മൾ ആരാണ് You തിരിച്ചറിയുമ്പോൾ are saints of God. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ You are a വിശുദ്ധന്മാരാണ്. royal priesthood, a holy nation. നിങ്ങൾ രാജകീയ പുരോഹിത വർഗ്ഗമാണ്. Your prayers will definitely be answered. നിശ്ചയമായി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. Hallelujah. ആമേൻ. Praise the Lord. ഹല്ലേലൂയ. And now you see verse 15 what Jesus did. 15ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. Now this is where some of us are going to fight with me. ഇവിടെ നിങ്ങൾ എന്നോട് ചിലപ്പോൾ എന്നോട് തർക്കിക്കാൻ വരും. When he had disarmed the rulers and authorities. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. Who did it? ആരാ ചെയ്തത്? Jesus did it, people. യേശു ചെയ്തു ഇത് നമുക്ക് വേണ്ടി. Jesus has already disarmed rulers and authorities. വാഴ്ചകളെ അധികാരങ്ങളെയും യേശു കർത്താവ് ആയുധവർഗം വെപ്പിച്ചു കഴിഞ്ഞു. Do you believe this? നിങ്ങൾ വിശ്വസിക്കുന്നു? The Bible tells me that Jesus has disarmed rulers and authorities. ദൈവവചനം പറയുന്നു യേശു വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു കഴിഞ്ഞു. But in our ignorance, എന്നാൽ നമ്മുടെ അറിവില്ലായ്മ we മൂലം have a tendency of arming rulers and authorities. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളായിട്ട് വാഴ്ചകൾക്ക് അധികാരം ആയുധം കൊടുക്കുക. Hello, Mr. Satan. ഹല്ലേലൂയ. It's been a long time since I saw you. തിരുനാളായല്ലോ കണ്ടിട്ട്. Why don't I give you some weapons in your hands? ഞാൻ എന്തുകൊണ്ട് ചില ആയുധം നിന്റെ തരുന്നില്ല? People behave like that. ചിലരങ്ങനെ പെരുമാറും. Don't give the devil any honor with your mouth, please. നിങ്ങളുടെ വാ കൊണ്ട് ഒരിക്കലും പിശാചിനെ മാനിക്കുന്ന വർത്താനം പറയരുത്. For everything that happens in your life, the devil is not responsible. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും പിശാചല്ല ഉത്തരവാദി. You know how secretly Christians try to give the devil glory? ഹല്ലേലൂയ. രഹസ്യമായിട്ട് ക്രിസ്ത്യാനികളുടെ പിശാചിന് മഹത്വം കൊടുക്കുന്നത്. Whatever happens in their life, it is because of the devil. എന്ത് സംഭവിച്ചാലും പിശാച് ചെയ്തു. Is that true? Is that scriptural? അത് ദൈവവചനത്തിന്റെ അനുസരണമാണോ? People, are you with me? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Do not give the glory to the devil, പിശാചിനെ മഹത്വം കൊടുക്കരുത്. please, because Jesus has disarmed the devil. കാരണം പിശാചിനെ യേശു കർത്താവ് നിരായുധനാക്കി. We, the people of God who are connected to the head, we are called to live in victory. ജയത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട നമ്മൾ യേശുവാൽ ശിരസുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. I did not say we will not have war. യുദ്ധം ഉണ്ടാകത്തില്ലെന്നല്ല പറഞ്ഞത്. I never said that. ഞാനത് പറഞ്ഞില്ല. But I want you to understand our position in Christ Jesus. ഹല്ലേലൂയ. നമ്മൾ ദയവായി ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ സ്ഥാനം മനസ്സിലാക്കണം. Understand our position in Christ Jesus. ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ സ്ഥാനം. We are sons and we live in victory. നമ്മൾ പുത്രന്മാരാണ്, നമ്മൾ ജയത്തിൽ ജീവിക്കുന്നവരാണ്. We are not like the rest of the world who are under the devil. ഓ പിശാചിന് അടിമപ്പെട്ട് കിടക്കുന്ന ലോകത്തെ പോലെ അല്ല നമ്മൾ. We are not slaves to sin or the devil. നമ്മൾ പിശാച് കൊണ്ടിരുന്ന പാപത്തിന്റെ അടിമകളല്ല. We submit to God. നമ്മൾ ദൈവത്തിന് കീഴടങ്ങുന്നവരാണ്. Resist the devil. പിശാചിനെ എതിർക്കുന്നവരാണ്. And he runs away from us. ഓ പിശാചിനെ എതിർക്കാൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. That is possible only for a child of God. അത് ദൈവപൈതലിന് മാത്രമേ സാധിക്കത്തുള്ളൂ. A person who is not born again cannot have that authority. വീണ്ടും ജനിക്കപ്പെടാത്ത ഒരു ദൈവപൈതലിന് അത് സാധിക്കത്തില്ല. I submit to God. ഞാൻ ദൈവത്തിന് I കീഴടങ്ങുന്നു. resist the devil. ഞാൻ പിശാചിനെ എതിർക്കുന്നു. And what does he do? പിശാച് എന്തോ ചെയ്യും? He flees away from me. He has to run away from me. അവൻ ഓടിപ്പോയേ മതിയാകൂ. Why does he have to run away? എന്തുകൊണ്ടാണ് ഓടിപ്പോകുന്നത്? Two things. രണ്ട് കാര്യങ്ങൾ. I am a born again child of God. ഞാൻ ദൈവത്തിന്റെ വീണ്ടും ജനിക്കപ്പെട്ട പൈതലാണ്. That means my sins have been forgiven. അതിന്റെ അർത്ഥം എന്റെ പാപങ്ങൾ My ക്ഷമിക്കപ്പെട്ടു. sins are on the cross. എന്റെ പാപങ്ങൾ ക്രൂശിലാണ്. Satan has no right
to do anything to me. എന്നോട് ഒന്നും ചെയ്യാൻ പിശാചിന് He അധികാരമില്ല. has no authority upon my life. എന്റെ ജീവിതത്തിൽ ഒരു അവകാശവാദവും 2, ഇല്ല. I'm seated in the heavenly places. കാരണം ഞാൻ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരിക്കുക. I am at a higher level of authority than the devil is. പിശാചിനേക്കാൾ വളരെ ഉന്നതമായ അധികാര സ്ഥലത്ത് ഞാൻ The ഇരിക്കപ്പെട്ടിരിക്കുന്നു. devil has been thrown into the world. ഓ പിശാചിനെ സ്വർഗ്ഗത്തിൽ തള്ളിക്കളഞ്ഞത്. I've been raised into the heavenly places. ഞാൻ സ്വർഗ്ഗസ്ഥലങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടവനാണ്. Understand our position in Christ Jesus. ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ സ്ഥാനം മനസ്സിലാക്കണം. Look, I did not say we will not have war. യുദ്ധം ഉണ്ടാകത്തില്ലെന്നല്ല പറഞ്ഞത്. I did not say that. ഞാനത് പറഞ്ഞില്ല. I want people to have the right kind of an understanding about our position. നമ്മുടെ സ്ഥാനത്തെ പറ്റി ശരിയായ നമ്മൾ മനസ്സിലാക്കണം. But we are not people without a hope. എന്നാൽ നമ്മൾ പ്രത്യാശയില്ലാത്തവരല്ല. We are not orphans. നമ്മൾ അനാഥരല്ല. There is somebody who is concerned about us. നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നവരുണ്ട്. There is somebody who is concerned even if a hair of your head falls down. നമ്മുടെ തലയിൽ ഒരു രോമം വീണാൽ അതിനെപ്പറ്റി വിചാരപ്പെടുന്നവരുണ്ട്. That is our position in Christ Jesus. അതാണ് ക്രിസ്തുയേശുവിൽ നമ്മുടെ We are the സ്ഥാനം. children of God. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. When the children fight, it is different when the servants fight. ഹല്ലേലൂയ. മക്കൾ തമ്മിൽ യുദ്ധമുണ്ടായി വഴക്കുണ്ടാക്കിയാലും No. In a household, ഒരു വീടിനുള്ളിൽ when the sons fight കുഞ്ഞുങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി against a common enemy. ഒരു പൊതു ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ When the sons fight against a common enemy. ഹല്ലേലൂയ. വീട്ടിലെ മക്കൾ പൊതു ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ And when the servants of the same house fight against a common enemy. ഹല്ലേലൂയ സ്തോത്രം. ആ വീട്ടിലെ വേലക്കാര് പൊതു ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ Don't you think there will be a difference? വ്യത്യാസങ്ങളില്ലേ? The servant will fight for what he can get from the boss. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കൂലിക്കാരൻ തന്റെ കൂലിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. The sons fight എന്നാൽ മക്കൾ യുദ്ധം because ചെയ്യുന്നത് the blood of the father is in them. ഹല്ലേലൂയ. അപ്പന്റെ മക്കളായതുകൊണ്ട് മക്കൾ യുദ്ധം ചെയ്യും. Jesus made us sons, യേശു നമ്മളെ പുത്രന്മാരാക്കി. not servants. ഹല്ലേലൂയ. നമ്മളെ വേലക്കാരല്ല ആക്കി. Not just like that. നമ്മളെ അതുപോലെ അല്ല. You and I are not under the law. We are kept by the power of God. ആമേൻ. നിങ്ങളും ഞാനും ന്യായപ്രമാണത്തിന് കീഴിലല്ല, ദൈവശക്തിയാൽ നമ്മൾ A സൂക്ഷിക്കപ്പെടുന്നവരാണ്. true Christian is baptized with the Holy Ghost and the power of God. ഹല്ലേലൂയ. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും അഭിഷേകം And ചെയ്യപ്പെട്ടവൻ. Satan cannot stand against you. അവനെതിരെ നിൽക്കുവാൻ പിശാചിന് സാധ്യമല്ല. But the question is, എന്നാൽ ചോദ്യം, this is where I want the church to realize something. ഇതാണ് സഭ തിരിച്ചറിയേണ്ടത്. Precious people, do you realize your authority in Christ? ഹല്ലേലൂയ. എന്നാൽ ഇതാണ് പ്രശ്നം. നമ്മുടെ ക്രിസ്തുവിനുള്ള അധികാരം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? If we realize that, നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ this morning I encourage you to exercise it. ഞാൻ നിങ്ങളെ അത് ഉപയോഗിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. 99% of the problems which Christians have and they like to have is because they do not know or they do not want to exercise their authority. ഹല്ലേലൂയ. 99% ക്രിസ്ത്യാനികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അവരുടെ അധികാരം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ്. Let me give you an illustration, precious people. ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. You know the President of the United States of America. അമേരിക്കൻ പ്രസിഡന്റിനെ അറിയാം. Any man. I'm not talking specifically about a person, but that authority. ഹല്ലേലൂയ. ആ പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ അധികാരത്തിലുള്ള വ്യക്തിയുടെ അധികാരം നിങ്ങൾക്ക് അറിയാം. Do you think the president of any country has an authority over the nation? നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു രാജ്യത്തെ പ്രസിഡന്റിന് ആ ദേശത്തിന്റെ ഒരു അധികാരമുണ്ട്. Do you know? നിങ്ങൾക്കറിയാം, We have നമുക്ക് in Christ ക്രിസ്തു യേശുവിൽ an authority over our own self. നമ്മുടെ മേൽ നമുക്കൊരു അധികാരമുണ്ട്. How many of you know that? എത്ര പേർക്ക് അതറിയാം? If you know that, നിങ്ങൾക്ക് അറിയാമെങ്കിൽ why are you scared when a disease comes upon you? നിങ്ങളുടെ മേൽ ഒരു രോഗം വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു? Why do you feel down when things don't go the way you think it should go? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാത്തപ്പോൾ എന്തുകൊണ്ട് നിരാശ തോന്നുന്നു? What is it? ആമേൻ. Yes. Hallelujah. You do not know the scriptures or the power of God. That's the reason. ആമേൻ. അതുതന്നെ നിങ്ങൾ തിരുവചനത്തിന്റെ ദൈവശക്തി അറിയാതെ തരും. ആമേൻ. ആമേൻ. You do not know the scriptures and you do not know the power of God. Therefore you err, you go astray. ഹല്ലേലൂയ. Praise the Lord. നിങ്ങൾ തിരുവചനങ്ങളെയും ദൈവശക്തി അറിയാതെ കൊണ്ട് തെറ്റിപ്പോകുന്നു, വഴി വിട്ടു മാറിപ്പോകുന്നു. ഹല്ലേലൂയ. നാം നമ്മുടെ അധികാരം തിരിച്ചറിയണം ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഒരു ഭവനത്തിൽ ഒരു വ്യക്തി മുട്ടിന് മടക്കി ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ ഒരുക്കമാണെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടതെല്ലാം ഒരു വ്യക്തിയിൽ കൂടെ ദൈവം നിവർത്തിച്ചു കൊടുക്കും. നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് പിശാച് തീരുമാനിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ ക്രിസ്തുയേശുവിൽ തീരുമാനിക്കണം.
Hallelujah. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിച്ച് വളർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളിൽ എന്താണ് അവരുടെ അവകാശം എന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ആത്യന്തികമായി സ്തോത്രം ദാസ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലുമായിട്ട് അവർ ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവരതിൽ തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഹല്ലേലൂയ. അതിൽ വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം അവരുടെ അധികാരം ഉപയോഗിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. This is what God expects from us. ഇതാ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. God expects us to use our authority. നമ്മുടെ അധികാരം ഉപയോഗിക്കാൻ ദൈവം പ്രതീക്ഷിക്കുന്നു. But we still have a problem. ഇപ്പോഴും നമുക്ക് പ്രശ്നം. Even when we know the truth, സത്യം അറിയാമെങ്കിലും we have a struggle in releasing this power. ഈ ശക്തിയെ നമ്മൾ റിലീസ് ചെയ്യുന്നതിൽ നമുക്കൊരു സ്ട്രഗിൾ. That is where the church is there to help you. അതിനെ ഓവർകം ചെയ്യാനാണ് സഭ നിൽക്കുന്നത്. Are you with us? സ്തോത്രം. ആമേൻ. Precious people, I want you to know, all of us, I know all of us in the leadership, we are agreed. We do not want to slave you to ourselves. We want you to be released and fly high in the Lord. ആമേൻ. ഈ സഭയോടുള്ള ബന്ധത്തിൽ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം. ഒരു വ്യക്തിയുടെയും അധീനസ്ഥത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ അല്ല, ക്രിസ്തുയേശുവിൽ നിങ്ങളെ റിലീസ് ചെയ്ത് സ്വതന്ത്രരാക്കി യേശുവിൽ നിങ്ങൾ ശുശ്രൂഷിക്കുവാനായി സഭ ആഗ്രഹിക്കുന്നു. This is not a pastor fan club. പാസ്റ്ററുടെ ഫാൻ ക്ലബ് അല്ല ഇത്. How many people agree to that? എത്ര പേര് യോജിക്കുന്നുണ്ട്? ആമേൻ. This is a Jesus fan club. യേശുവിന്റെ ഫാൻസിന്റെ ക്ലബ്. We want Jesus to be connected to you. ഇവിടെ യേശു നിങ്ങൾ ഓരോരുത്തരുമായി ബന്ധപ്പെടണം. When you are connected to that fountain, ആമേൻ, ആ ഉറവയുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ how can you stop being a victor? നിങ്ങൾ ജയശാലിയാകുന്നതിനെ ആർക്ക് തടയാൻ പറ്റും? Now thanks be to God who always leads us in triumph in Christ Jesus. ക്രിസ്തുയേശുവിൽ നമ്മളെ എപ്പോഴും ജയശാലിയായി നടത്തുന്ന ദൈവത്തിന്റെ സ്തോത്രം. Hallelujah. ആമേൻ. This morning we are going to learn to release that power. ഇന്ന് പകൽക്കാലം ആ ശക്തിയെ സ്വതന്ത്രമാക്കാൻ But we need to understand one more thing. ഒരു കാര്യം കൂടി പഠിക്കണം. We go to Romans 6 today. റോമാലേഖനം 6-ാം അധ്യായം We have പഠിക്കണം. seen what all Jesus has done for us in Colossians. ഹല്ലേലൂയ. കൊലോസ്യലേഖനത്തിൽ യേശു നമുക്ക് വേണ്ടി ചെയ്ത നമ്മൾ ഒന്ന് കണ്ടു. We learned that he has put away our sins. നമ്മുടെ പാപങ്ങളെ എടുത്തു മാറ്റി. We learned that Satan has been destroyed once and for all. ഒരിക്കലായി പിശാച് നശിപ്പിക്കപ്പെട്ടു. But we have to see, in order to realize that, we need to see something more. ഹല്ലേലൂയ. അത് തിരിച്ചറിയുവാൻ ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം. Romans 6, on Friday I taught from this according to the grace God gave me. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയ്ക്കനുസരിച്ച് വെള്ളിയാഴ്ച ഇത് ശുശ്രൂഷിക്കാൻ അവസരം കിട്ടി. Let me give in Romans 6 it says, റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. verse 3. 3-ാം വാക്യം. Precious saints, do you not know that all of us who have been baptized into Christ Jesus have been baptized into his death? ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായിരിക്കും നിങ്ങൾ എല്ലാവരും അവന്റെ മരണത്തോട് ഹല്ലേലൂയ ചേർന്നിരിക്കും. നിങ്ങൾ അറിയുന്നില്ലേ? പങ്കാളിയാവാൻ സ്നാനമേറ്റിരിക്കുന്നത് അറിയുന്നില്ലയോ? What does baptism mean? എന്താണ് സ്നാനം എന്ന് അർത്ഥം? Pastor, I felt like taking a bath in front of everybody. I dipped. That's not baptism. ഹല്ലേലൂയ. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഒരു പൊതുവായ പബ്ലിക്കായിട്ട് കുളിക്കാൻ തോന്നി, അതെടുത്തു. Or it is a part of my church's ritual that I should be baptized on such and such a day, so I took baptism. That's not baptism. എന്റെ സഭയുടെ ആചാരത്തിന്റെ രീതിയാണ്, അതുകൊണ്ട് ഒരു ദിവസം തീരുമാനിച്ച സ്നാനപ്പെട്ടു. When the sins of the world came upon the whole sins of the world came upon the Son of God, മുഴു ലോകത്തിന്റെയും പാപം ദൈവപുത്രന്റെ മേൽ പതിഞ്ഞപ്പോൾ, and then when he died, എന്നിട്ട് യേശു മരിച്ചപ്പോൾ, whatever was connecting mankind to the authority of sin also died. ഹല്ലേലൂയ. എന്താണ് മനുഷ്യവർഗത്തെ പിശാചിന്റെ അധികാരത്തോട് ബന്ധപ്പെടുത്തിയിരുന്നത്? അത് പൂർണ്ണമായി മരിച്ചു. Jesus went to the Hades after his death. യേശു തന്റെ മരണത്തിന് ശേഷം പാതാളത്തിലേക്ക് ഇറങ്ങി. On the third day, 3-ാം ദിവസം Jesus rose up. യേശു ഉയർത്തെഴുന്നേറ്റു. All the sins and all those things were thrown away forever. എന്നേക്കുമായ പാപത്തിന്റെ ശക്തി പൂർണ്ണമായി And he മാറ്റപ്പെട്ടു. raised and stood in victory. യേശു കർത്താവ് ജയത്തിൽ ഉയർത്തെഴുന്നേറ്റു. Father raised him up, പിതാവ് യേശുവിനെ ഉയർപ്പിച്ചു. made him name above every other name. യേശുവിന്റെ നാമം എല്ലാ നാമത്തെക്കാളും മേലായ We who have died into the death of Christ also are resurrected into his likeness. ഹല്ലേലൂയ. യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായ സ്ഥാനത്താൽ നാം അവന്റെ പുനരുത്ഥാനത്തിലും പങ്കാളികളാണ്. Verse 4. 4-ാമത്തെ വാക്യം. Therefore we have been buried with him through baptism into death, so that as Christ was raised from the dead through the glory of the Father, we too might walk in newness of
life. ഹല്ലേലൂയ സ്തോത്രം. യേശു അതുപോലെ ഹല്ലേലൂയ സ്തോത്രം. യേശുവിനോട് ചേർന്ന് നമ്മൾ സ്നാനമേറ്റവരായി നമ്മൾ അവന്റെ മരണത്തിൽ പങ്കാളികളായി അവന്റെ പുനരുത്ഥാനത്താൽ നാമും പുനരുത്ഥാനം ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ Verse 5. അഞ്ചാമത്തെ വാക്യം. If we have become, Paul is giving us a simple logic in verse 5. അഞ്ചാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഒരു ലോജിക് നമുക്ക് തരികയാണ്. If we have become united with him in the likeness of his death, നമ്മൾ അവന്റെ മരണത്തിൽ പങ്കാളി ആയെങ്കിൽ Paul says, അപ്പോസ്തലൻ പറയുന്നു, certainly നിശ്ചയമായിട്ടും we shall also be like in the likeness of his resurrection. അവന്റെ പുനരുത്ഥാനത്തോട് നമ്മൾ സദൃശ്യന്മാരാകും. How many people have died into the death of Christ എത്ര here? പേർ ക്രിസ്തുയേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി? How many people have been baptized into Christ? എത്ര പേർ യേശുവിനോട് സ്നാനത്തിൽ If ചേർന്നു? you have been baptized into Christ, you definitely can walk in the newness of his resurrection. യേശുവിനോട് ചേരുവാൻ നിങ്ങൾ സ്നാനമേറ്റുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ നടക്കുവാൻ പറ്റും. Hallelujah. ആമേൻ. Verse 6. ആറാം വാക്യം. Knowing this, that our old self was crucified with him. നമ്മുടെ പഴയ മനുഷ്യനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. Why was the old man crucified? എന്തുകൊണ്ടാണ് പഴയ മനുഷ്യൻ Now this is ക്രൂശിക്കപ്പെട്ടത്? something interesting. ഇത് ഹല്ലേലൂയ വിശേഷതയുള്ളതാണ്. So that the body of sin may be destroyed. ഹല്ലേലൂയ പാപശരീരത്തെ നശിപ്പിക്കും. What is the body of sin? എന്താണ് പാപശരീരം? I told you on Friday, ഞാൻ വെള്ളിയാഴ്ച the പറഞ്ഞു. body of sin is not about this body. ഹല്ലേലൂയ പാപശരീരം നമ്മുടെ ഈ ശരീരമല്ല. It is a system ഹല്ലേലൂയ അതൊരു പ്രത്യേക സിസ്റ്റമാണ്. which was initiated by the devil and the disobedience of Adam. ആദാമിന്റെ അനുസരണക്കേടിന്റെ മുഖാന്തരമായി പിശാച് മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു സമ്പ്രദായമാണ്. A new system ഒരു പുതിയ സിസ്റ്റം which God did not like. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു Satan സമ്പ്രദായം brought it upon Adam. ആദാമിന്റെ മേൽ പിശാച് കൊണ്ടുവന്നു. And the sons of Adam ആദാമിന്റെ മക്കൾ still live under that system. ആ സമ്പ്രദായത്തിന് കീഴടങ്ങി. According to that system, ആ സമ്പ്രദായ they പ്രകാരം are dying and going to hell. അവര് മരിച്ച് നരകത്തിൽ And പോവുകയാണ്. according to that system, ആ സമ്പ്രദായ പ്രകാരം it is full of diseases, ഹല്ലേലൂയ രോഗങ്ങൾ അവരുടെ it is full of depression, നിരാശകൾ it വരുന്നു, is full of failures. പരാജയങ്ങൾ But വരുന്നു. Jesus has destroyed that system forever. എന്നാൽ ആ സമ്പ്രദായത്തെ ഒരിക്കലായി യേശു കർത്താവ് എന്നേക്കുമായി When തുടച്ചു you മാറ്റി. believe in the Lord Jesus Christ, നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചപ്പോൾ that system of sin is destroyed. ആ പാപത്തിന്റെ സമ്പ്രദായം നിങ്ങളിൽ നിന്ന് മാറി. Therefore, nothing of that system need to be upon you. ആ പഴയ പ്രകൃതത്തിന്റെ യാതൊരു ലാഞ്ചനയും നിങ്ങളുടെ മേൽ ഏൽക്കയില്ല. You don't have to worry. You know, my father was a big angry man. He was a very angry man. I don't have to be angry like him. ഹല്ലേലൂയ എന്റെ പിതാവ് വളരെ മുൻകോപിയായിരുന്നു, അതുകൊണ്ട് ഞാൻ കോപിക്കേണ്ട കാര്യമില്ല. You know, my father had diabetes at the age of 54. So what? എന്റെ പിതാവിന് 55-ാമത്തെ വയസ്സിൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കെന്താ? Oh, my mother died of cancer. So what? എന്റെ അമ്മ ക്യാൻസർ കൊണ്ട് മരിച്ചു, അതുകൊണ്ട് You എനിക്കെന്താ? are free from all that in Jesus' name. നിങ്ങൾ ആ ആദാമ്യ പ്രകൃതത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. Because the system of sin has been destroyed for us who believe. ഹല്ലേലൂയ യേശുക്രിസ്തു ആ പാപത്തിന്റെയും മരണത്തിന്റെയും സ്വഭാവങ്ങൾക്ക് സ്വാതന്ത്ര്യം Do വരുത്തി. you see the beauty of baptism, people of God? ഓ സ്നാനത്തിന്റെ മനോഹരം നിങ്ങൾ കണ്ടുവോ? Maybe you and I did not understand everything about baptism. ഒരുപക്ഷേ അതിനെപ്പറ്റി പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ We കഴിഞ്ഞില്ലായിരിക്കും. obeyed God in waters of baptism. നമ്മൾ ദൈവത്തെ സ്നാനത്തിൽ അനുസരിച്ചു. But we were being risen from death and hell into everlasting life. എന്നാൽ നമ്മൾ ഒരു കാര്യം ചെയ്തത് ഇതാണ്, നമ്മൾ മരണത്തിൽ നിന്നും നിത്യത്തിലേക്ക് നമ്മൾ And ഉയർത്തെഴുന്നേറ്റിരിക്കുക. now we have a choice. ഇപ്പോൾ നമുക്കാണ് ചോയ്സ്. We can either go back and live in the old system, നമുക്ക് ഒന്നുകിൽ പഴയ സമ്പ്രദായത്തിലേക്ക് പോയി ജീവിക്കാം, or we can walk in the newness of life. അല്ലെങ്കിൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കാം. Hallelujah. ആമേൻ. How do we walk in the newness of life? എങ്ങനെയാണ് ജീവന്റെ പുതുക്കത്തിൽ I നടക്കുന്നത്? know in the initial stages it may not be easy, ആദ്യകാലങ്ങളിൽ but എളുപ്പമല്ലായിരിക്കാം. that is when the baptism of the Holy Ghost is required. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മ സ്നാനം Because ആവശ്യമായിരിക്കുന്നത്. there are some things that try to pull you back into the old system. കാരണം ഈ ആദാമ്യ സിസ്റ്റത്തിലേക്ക് നമ്മളെ പുള്ളി ചെയ്യുന്ന ചില That is കാര്യങ്ങൾ, where the people of God need deliverance. അവിടെയാണ് ദൈവത്തിന് വിടുതൽ വേണ്ടത്. We have the Adamic nature, ആദാമ്യ സ്വഭാവമുണ്ട്, which is kept on the cross. അത് ക്രൂശിന്മേലാണ്. Sometimes he tries to come down. ചിലപ്പോഴും പുറത്തു വരാൻ You ശ്രമിക്കും. need to put him back. അവനെ വീണ്ടും അവിടെ ഇടണം. You say you stay back there. അവനോട് പറയണം, നീ അവിടെ കിടക്ക്, You are the old man. നീ പഴയ മനുഷ്യനാണ്, I have nothing with you. നീയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. I will put away the old man who is a liar. ഹല്ലേലൂയ കള്ളന പോഷ്ക്ക് പറയുന്ന പഴയ മനുഷ്യനെ ഞാൻ I will തള്ളിക്കളയും. put on Christ according to the new creation. ഓ പുതിയ ജനന പ്രകാരം ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. I will put on and grow up into Christ, speaking the truth in love. ഹല്ലേലൂയ യേശുവിനെ ധരിച്ചുകൊണ്ട് ഞാൻ സ്നേഹത്തിൽ സത്യം സംസാരിക്കുകയാണ്. People of God, ആമേൻ. when ദൈവജനമേ, we grow like that, നമ്മൾ അങ്ങനെ വളരുമ്പോൾ, speaking the truth in love, സ്നേഹത്തിൽ സത്യം സംസാരിച്ച് the old വളരുമ്പോൾ, system has to bow down before the system of Jesus. ആദാമ്യ പ്രകൃതം നിങ്ങളുടെ മുമ്പാകെ പുതിയ സമ്പ്രദായത്തിന് കീഴടങ്ങിയ മതിയാകും. Please don't listen to that old liar.
ഹല്ലേലൂയ. ആ പഴയ ബോഷ്ക്ക് പറയുന്ന കള്ളനെ നിങ്ങൾ വിശ്വസിക്കരുത്. You know what he'll come and tell you? അവൻ എന്താ പറയുന്നത് അറിയാമോ? Everybody else is happy. I'm the only person who is depressed. ഓ, എല്ലാവർക്കും സന്തോഷം, ഞാൻ മാത്രമേ ഉള്ളൂ നിരാശൻ. Christian life is always like this. ക്രിസ്ത്യ ജീവിതം ഇങ്ങനെ എപ്പോഴും Always problem for me. എപ്പോഴും പ്രശ്നം. Do you know that is from the devil? ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയാമോ അത് പിശാചിന്റെ ബോഷ്കാണ്. When the devil tells you like that, tell him to get out. ആമേൻ. പിശാച് അങ്ങനെ പറയുമ്പോൾ മാറി Tell him കൽപ്പിക്കണം. depression is gone. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ മനം തള്ളിക്കളയണം. Can you imagine Jesus being depressed even for 1 minute? ഹല്ലേലൂയ. ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും യേശു നിരാശനായി നിങ്ങൾക്ക് You ചിന്തിക്കാൻ know, പറ്റും. he must be praying throughout the night on some days. ചില ദിവസങ്ങളിൽ രാത്രി മുഴുവൻ യേശു In the പ്രാർത്ഥിച്ചിരിക്കും. morning, the disciples will come. രാവിലെ ശിഷ്യന്മാർ വരും. Can you imagine Jesus falling onto the Peter? Oh, my Peter. The whole night I was praying with the I'm so tired. Get me a cup of tea. You think Jesus was like that? ഹല്ലേലൂയ. പത്രോസേ, ഞാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു കപ്പ് ചായ തന്നെ യേശു When പറഞ്ഞു. Peter and the rest of the disciples, Jesus would be on fire. Hey guys, we got something to do today. ഹല്ലേലൂയ. യേശുവിനെ എപ്പോഴും ഫയറിലാണ് ശിഷ്യന്മാർ. Yesterday night I was talking to the Father. ഇന്നലെ രാത്രി ഞാൻ പിതാവുമായി Today സംസാരിച്ചു. some 10 people are going to be healed. ഇന്ന് 10 പേരെ സൗഖ്യമാക്കിയാണ്. That was Jesus. അതായിരുന്നു യേശു. Hallelujah. ആമേൻ. Hallelujah. That's what we are growing into. അതിലേക്ക് നമ്മൾ വളരുന്നത്. Jesus was never in a pity party. യേശു ഒരിക്കലും ദയനീയ Have അവസ്ഥയിലായിരുന്നില്ല. you seen people in pity party? ദയനീയ അവസ്ഥയിൽ നിങ്ങൾ ആളെ കണ്ടിട്ടുണ്ടോ? You know? No, pity party means something a little more. അതിനേക്കാൾ വലുതാ. ദയനീയമായിട്ടുള്ള അവസ്ഥയല്ല. Why am I like this? All the time. ഹല്ലേലൂയ. സ്തോത്രം. All the time in their life. എപ്പോഴും അങ്ങനെ. They can never stop crying. കരച്ചിൽ നിർത്താനേ പറ്റത്തില്ല. Yes. And they have added a theology to that. അതിനോട് ചേർത്തൊരു തിയോളജി ഉണ്ട്. ക്രിസ്തീയ ജീവിതം കണ്ണുനീരും പട്ടിണിയും പരിതാപവും. Always. What nonsense. Christian life is always like this. It is not. അങ്ങനെയല്ല. Jesus walked in victory. യേശു ജയത്തിലാണ് ജീവിച്ചേ. Okay, we don't become like Jesus overnight. I agree. ഒരു ദിവസം കൊണ്ട് യേശുവിനെ പോലെ But we ആകത്തില്ല. must agree that we are on that path. എന്നാൽ നമ്മൾ ഇതെങ്കിലും നമ്മൾ A അംഗീകരിക്കണം. new system he has introduced. യേശു ഒരു പുതിയ സമ്പ്രദായം നമുക്ക് തന്നു. One time you fall, ഒരിക്കൽ വീണു, we cry, നമ്മൾ കരഞ്ഞു, we get up. നമ്മൾ എഴുന്നേറ്റു. Okay, I won't make that mistake again. വീണ്ടും ആ അബദ്ധം പറ്റത്തില്ല. Why did I fall? ഞാൻ എന്തുകൊണ്ടാണ് വീണത്? Lord, I fell. I'm not supposed to fall. Why did I fall, Lord? കർത്താവേ, വീഴരുതായിരുന്നു. എന്തുകൊണ്ട് വീണു The കർത്താവേ? Lord will show you certain areas of our own character which needs to come under the power of God. ദൈവശക്തിക്ക് കീഴ്പ്പെടേണ്ട ചില പ്രത്യേക മണ്ഡലങ്ങളെ ദൈവം തന്നെ നമുക്ക് Now we are കാണിച്ചു തരും. released. അപ്പോൾ നിങ്ങൾ Next സ്വതന്ത്രരായി. time we don't make that mistake. വീണ്ടും ആ അബദ്ധം ഉണ്ടാകത്തില്ല. We move from glory to glory. നമ്മൾ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പോകും. That is God's plan. അതാണ് ദൈവത്തിന്റെ That's പദ്ധതി. God's education. അതാണ് ദൈവത്തിന്റെ പഠിപ്പീര്. But some of us today are still crying over spilled milk. ഹല്ലേലൂയ. ഇപ്പോഴും നമുക്ക് കുപ്പിപ്പാൽ വേണം നമ്മൾ പലർക്കും. No, why did I spill that milk? ഹല്ലേലൂയ. ഞാൻ ആ പാലെന്താ കളഞ്ഞേ? Why did I hold a vessel like that? എന്തുകൊണ്ടാണ് പാത്രം അങ്ങനെ I'm പിടിച്ചത്? always like this. ഞാൻ എപ്പോഴും ഇങ്ങനെ. From the time I was born, I was a clumsy guy. ഓ, ആരംഭം മുതൽ ഞാൻ ഇങ്ങനെ. When will this problem get over? എന്നാ ഈ പ്രശ്നം തീരുന്നേ? Today that problem will get over. ഇന്നൊരു വാൽക്കാല പ്രശ്നം മാറും. Today, if we submit our lives to the newness of life, ഹല്ലേലൂയ. ജീവന്റെ പുതുക്കത്തിനായി നമ്മുടെ ജീവിതത്തെ I have സമർപ്പിച്ചാൽ decided to follow Jesus every day. ഓരോ ദിവസവും യേശുവിനെ പിൻപറ്റും ഞാൻ. He has agreed to take care of all my problems in the past. ഓ, കഴിഞ്ഞ കാലങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം എടുത്തു മാറ്റാൻ യേശു സമ്മതിച്ചു. All that shame hits upon him. ഹല്ലേലൂയ. അപമാനങ്ങളെല്ലാം യേശു I എടുത്തു മാറ്റി. decide to walk in the newness of life. യേശുവിന്റെ ഹല്ലേലൂയ ജീവന്റെ പുതുക്കത്തിൽ ഞാൻ I നടക്കും. am not under the law, I am under grace. Sin shall not have dominion over me. ആമേൻ. ഞാൻ ന്യായപ്രമാണത്തിലുള്ള കൃപയ്ക്ക് അധീനനാകിയാൽ പാപം എന്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. Do you know depression and gloom and all that is a byproduct of sin? നിരാശയും ഹല്ലേലൂയ സ്തോത്രം അതുപോലുള്ള അവസ്ഥകളെല്ലാം പാപത്തിന്റെ ഫലമാണെന്ന് അറിയാമോ? Do you know self-centeredness is a byproduct of sin? സ്വാർത്ഥത പാപത്തിന്റെ ഫലമാണെന്ന് അറിയാമോ? People, the root has been cut on the cross. ഹല്ലേലൂയ. ഇത് വേരുകളെ ക്രൂശിൽ മുറിച്ചു കളഞ്ഞു. It has been uprooted. ഹല്ലേലൂയ. വേരോടെ പിഴുതു കളഞ്ഞു. But some of the symptoms still remain. എന്നാൽ അതിന്റെ ചില ലക്ഷണങ്ങൾ But ഇപ്പോഴും when you are under the blood, എന്നാൽ ആ ക്രിസ്തുവിന്റെ രക്തത്തിൽ നിങ്ങൾ അടിയിലാവും. under the word of God, ദൈവവചനത്തിന് when കീഴ്പ്പെടും. you are in a fellowship like this, ഇതുപോലുള്ള ഒരു where we കൂട്ടായ്മയിലാവും. preach continuously the word of God, തുടർമാനമായി ദൈവത്തിന്റെ സത്യവചനം where we try to പ്രസംഗിക്കുമ്പോൾ, live according to the principles of God, ദൈവത്തിന്റെ തത്വപ്രകാരം ജീവിക്കുമ്പോൾ the root which has been taken away on the cross ക്രൂശിൽ മുറിച്ചു കളഞ്ഞ വേര് will not be sown in again. വീണ്ടും വിതയ്ക്കപ്പെടുകയില്ല. Rather, we will be sowing in seeds from heaven. അതിനുപരിയായി നമ്മൾ സ്വർഗ്ഗത്തിലെ വിത്ത് വിതയ്ക്കും. Over a period of time, all that depression and gloom and self-centered nature will go away. ഹല്ലേലൂയ. അല്പസമയത്തിനുള്ളിൽ നിരാശയും സ്വാർത്ഥതയും എല്ലാം എടുത്തു മാറ്റപ്പെടും. And the Lord has promised that this church will really be on fire. ആമേൻ. കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ഈ സഭ എന്നും കർത്താവിന്റെ കാത്തുക തന്നെ Turn to ചെയ്യും. somebody next to you, and if you want to say, I am going towards greater glory. ഹല്ലേലൂയ.
അടുത്തൊരാളിന് കരം പിടിച്ച് പറയാൻ പറ്റും, ഞാൻ അധികം തേജസ്സിലേക്ക് പോവുകയാണ്. I'm going to go towards greater glory. തേജസ്സിലേക്ക് പോവുകയാണ്. And it is not by my efforts. ഇത് എന്റെ സ്വന്തം കഴിവുകൊണ്ടല്ല. It is by the one who is empowering me to do it. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ചെയ്യും. Not by me, എന്നാലല്ല, but by the one who has called me. എന്നെ വിളിച്ചവനാ ചെയ്യും. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എല്ലാം എനിക്ക് ചെയ്യാൻ Satan പറ്റും. will have to run away from my life. എന്റെ ജീവിതത്തിൽ പിശാച് ഓടി ഒളിച്ചേ The പറ്റൂ. old system will die forever. ആദാമ്യ പ്രകൃതം എന്നേക്കുമായി I മാറും. belong to a new order. ഞാനൊരു പുതിയ പ്രകൃതമാണ്. I am a son of God. ഞാനൊരു ദൈവത്തിന്റെ I മകനാണ്. am a righteous person in Christ ഞാനൊരു Jesus. നീതിമാനാണ് യേശുക്രിസ്തുവിൽ. Sin and sickness will have to bow down before me. ഹല്ലേലൂയ. പാപവും രോഗവും എന്റെ മുമ്പാകെ മുട്ടുമടക്കും. Sometimes when we see symptoms of sin, of some diseases, ചിലപ്പോൾ ചില രോഗലക്ഷണങ്ങൾ നമ്മൾ കാണുമ്പോൾ, do you know it is God's plan to strengthen you up? ഹല്ലേലൂയ, നിങ്ങൾക്കറിയാമോ, നിങ്ങളെ ബലപ്പെടുത്താനാണ് ദൈവം അത് അനുവദിക്കുന്നത്. Hallelujah. ആമേൻ. How many of you know that? എത്ര പേർക്ക് അതറിയാം? My brother, my sister, sometimes I've had such severe back pain. ചിലപ്പോൾ എനിക്ക് കഠിനമായ പുറംവേദന I ഉണ്ടാകാം. cannot even sometimes get up from my bed. ഹല്ലേലൂയ, കിടക്കുന്ന എഴുന്നേൽക്കാൻ പോലും പറ്റത്തില്ല. I think the only person who knows about it is my God and sometimes my wife. Nobody else knows about it. ഓ, അതിനെപ്പറ്റി അറിയാവുന്ന ദൈവത്തിനും എന്റെ ഭാര്യയ്ക്ക് ചിലപ്പോൾ അറിയാം. Now some of you know. നിങ്ങൾ ചിലർക്കറിയാം. But I will not allow that back pain to put me on the bed. എന്നാൽ ആ നടുവേദന എന്നെ നിരാശനാക്കാൻ I exercise my authority in Christ. യേശുവിന്റെ അധികാരം ഞാൻ ഉപയോഗിക്കും. I'm going to get up now. ഞാൻ പറയും, ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കാൻ I പോകും. will not let that back pain put me there. ആ നടുവേദന എന്നെ തളർത്താൻ ഞാൻ അനുവദിക്കത്തില്ല. The old order will have nothing on me. ആദാമ്യ പ്രകൃതത്തിന് എന്റെ മേൽ ഒരു അവകാശവുമില്ല. That back pain is a part of the old system. ഹല്ലേലൂയ. ആ പുറംവേദന ആദാമ്യ പ്രകൃതത്തിന്റെ ഭാഗമാണ്. That is destroyed on the cross. ആ പ്രകൃത ക്രൂശിൽ തകർക്കപ്പെട്ടു. How dare Satan begin to put it back on me? അത് വീണ്ടും എന്റെ മേൽ ചുമത്തുവാൻ പിശാചിന് എന്താ Get ധൈര്യം? away, dirty Satan, in Jesus' name. പിശാചേ, മാറ് യേശുവിന്റെ That നാമത്തിൽ. is our authority. അതാണ് നമ്മുടെ അധികാരം. Hallelujah. No, sometimes why don't tell people? ഹല്ലേലൂയ. ചിലപ്പോൾ ആളുകൾ എന്താ ഇങ്ങനെ പറയാത്തത്? Supposing I tell the rest of the church, ചിലരോട് എന്താ പറയാത്തത്? people say, "Oh, my pastor, you have a back pain." ആളുകൾ വളരെ സിമ്പതി കാണിക്കുകയോ, പാസ്റ്റർ Then the നടുവേദന back pain becomes a big problem. അതവിടെ ഒരു വലിയ പ്രശ്നമായി It തീരും. becomes a big hill. അതൊരു വലിയ മലയായി Let തീരും. us pray for the pastor's back pain. പാസ്റ്ററുടെ വാക്യത്തിനായി പ്രാർത്ഥിക്കാം. And then it goes from church to church, സഭയിൽ നിന്ന് സഭയിലേക്ക് from പോകും. prayer meeting to prayer meeting. prayer Did you meeting. know our pastor in such and such a place is a back pain? നമ്മുടെ ഇന്ന പാസ്റ്ററിന് ബാക്ക് പെയിൻ ആണ്. Hello? So and so's pastor has a back pain? ഫോണിൽ കൂടെ അത് വളരെ വേഗം Let us pray for the back pain of the pastor. പാസ്റ്ററുടെ ബാക്ക് പെയിനായി By പ്രാർത്ഥിക്കാം. the time pastor would have been getting up and the back pain must have left a long time ago. Yes, ഈ ന്യൂസ് സഞ്ചരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പാസ്റ്റർ ഹല്ലേലൂയ എക്സർസൈസ് അധികാരം ഉപയോഗിച്ച് നടക്കുക. Be careful. സൂക്ഷിക്കണം. Hand over your problems to people who are wise in the spirit. ആത്മാവിൽ ഹല്ലേലൂയ സ്തോത്രം ബുദ്ധിപൂർവ്വം I don't want people to cry over my problems. എന്റെ പ്രശ്നത്തിന്മേൽ ആരും കരയാൻ ഞാൻ Oh, ആഗ്രഹിക്കുന്നില്ല. my brother, what happened to you? ഓ, എന്റെ സഹോദരാ, നിനക്ക് ഇത് പറ്റിയല്ലോ. I say, I don't want your sympathy. ഓ, നിങ്ങളുടെ ദയനീയ അവസ്ഥ എനിക്ക് I am വേണ്ട. not in a pity party. ഞാൻ പിറ്റി Take പാർട്ടിയിലല്ല. your sympathy and take it somewhere else. ഹല്ലേലൂയ, നിങ്ങളുടെ അനുകമ്പ I മറ്റൊരു. stand under the power of an almighty God ഓ, സർവശക്തനായ ദൈവത്തിന്റെ ശക്തി കീഴിലാണ് who ഞാൻ has നിൽക്കുന്നത്. empowered me to preach the gospel. ഓ, സുവിശേഷം പ്രസംഗിക്കാൻ അവൻ എന്നെ My ശക്തീകരിക്കുന്നു. God knows how many days I must live in this world. ഈ ലോകത്ത് എത്ര ദിവസം ഞാൻ ജീവിക്കണം ദൈവത്തിന് Till അറിയാം. the last moment of my life, I'll preach the gospel without fear and ആമേൻ. compromise. ആമേൻ. അവസാന നിമിഷം വരെ ആരെയും ഭയപ്പെടാതെ കോംപ്രമൈസ് ചെയ്യാതെ ദൈവത്തിന്റെ സത്യസൂചന ഞാൻ പ്രസംഗിക്കും. I do not want pity. ആർക്ക് അനുകമ്പ ആവശ്യമില്ല. You know why a lot of people want pity? എന്തുകൊണ്ടാണ് അനേകർക്ക് അനുകമ്പ They ആവശ്യം? like somebody to lean back on. അവർക്ക് ചാരാൻ ആരെങ്കിലും And they are വേണം. very comfortable. അപ്പോൾ അവർക്ക് സ്വസ്ഥതയാണ്. It's very comfortable. അവിടെ വളരെ സ്വസ്ഥതയാണ് അവർക്ക്. But the pain doesn't go away. എന്നാൽ വേദന The മാറത്തില്ല. sickness doesn't go away. രോഗം മാറത്തില്ല. We need somebody to fall back on. നമ്മൾക്ക് ചാരാൻ ആരെങ്കിലും We വേണം. want a bed to fall upon. That's all. നമുക്ക് കിടക്കാൻ ഒരു കിടക്ക വേണം. We don't want to get up and declare the wonders of our God. ഓ, എഴുന്നേറ്റ് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ പ്രഖ്യാപിക്കാൻ We നമുക്ക് are ആഗ്രഹമില്ല. so concerned about ourselves. നമ്മളെ പറ്റി നമ്മൾ പരിമിതപ്പെട്ടിരിക്കുന്നു. Oh, my church, my vision, my people, my pastor, my problem. This morning, put it away in Jesus' name. ആമേൻ. എന്റെ പ്രശ്നം, എന്റെ സഭ, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ സഭ, എന്റെ രോഗം, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എല്ലാം തള്ളിക്കളയാം. There are millions of people going to hell every day, people. ഓ, ദൈവജനമേ, ഓരോ ദിവസവും കോടിക്കണക്കിന് ആളുകൾ നരകത്തിൽ പോകുന്നു. What are we doing to stop it? അതിന് തടയുവാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? Do we have an authority to stop it? അതിനെ തടയാൻ നമുക്ക് പറ്റുമോ? We have. നമുക്കുണ്ട്. Some people were telling me there's a false doctrine in the church. Let me quickly tell you, we'll stop. ഹല്ലേലൂയ, സഭയിലൊരു ഹല്ലേലൂയ ദുരുപദേശമുണ്ട്. ഞാൻ അതിനെ വിശദമാക്കാം. Brother George, you have some problems. ഓ, സഹോദര ജോർജ്, നിനക്ക് First, you get all your problems okay. ഒന്നാമത് നിന്റെ പ്രശ്നം പരിഹരിക്കുക. You are perfectly okay now. നീ പൂർണ്ണനായ ശേഷം Now you preach the gospel. ഇപ്പൊ പ്രസംഗിക്കുക. Because people have nothing to point the fingers to. കാരണം ആളുകൾക്ക് നിന്നെ വിരൽ ചൂണ്ടാൻ ഒന്നുമില്ലല്ലോ. Is that the right gospel from the scripture? അതാണോ തിരുവചനം പറയുന്ന സുവിശേഷം? What do you think?
നിങ്ങൾ എന്ത് പറയുന്നു? That is part of the prosperity gospel. ഹല്ലേലൂയ സ്തോത്രം. അത് സമൃദ്ധിയുടെ സുവിശേഷം. We are not interested in that prosperity gospel. നമ്മൾ ആ സമൃദ്ധിയുടെ സുവിശേഷം നമുക്ക് താല്പര്യമില്ല. Where was Paul when he was preaching the gospel to, what's that guy's name, Philemon or Onesimus? ഹല്ലേലൂയ. ഒനേസിമോസിനോട് പൗലോസ് സുവിശേഷം അറിയിച്ചപ്പോൾ എവിടെയായിരുന്നു അദ്ദേഹം? What was the gospel he was preaching to Onesimus? ഏത് സുവിശേഷമാണ് അദ്ദേഹത്തോട് പറഞ്ഞത്? The gospel of liberty. സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം. Amen. ഹല്ലേലൂയ. What do you think Onesimus would have looked at Paul and said? ഒനേസിമോസ് പൗലോസിനോട് എന്ത് പറഞ്ഞു കാണും? You are preaching about liberty. ഹല്ലേലൂയ. പൗലോസേ നീ സ്വാതന്ത്ര്യത്തെ പറ്റി Look at where you are, man. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ ഇപ്പോ കിടക്കുന്നത്? You are teaching me about liberty. ഹല്ലേലൂയ. നീയാണോ എന്നെ സ്വാതന്ത്ര്യം പഠിപ്പിക്കുന്നത്? Physician, go and heal yourself. വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്ക്. Paul did not stop speaking. ഹല്ലേലൂയ. പൗലോസ് നിർത്തിയില്ല He said, പ്രസംഗം. my situation may be anything. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു എന്റെ സാഹചര്യം I എന്തുമാകട്ടെ. may be in a prison. ഞാൻ ജയിലിലായിരിക്കും. I cannot move my hands and legs. എന്റെ കൈകാലുകൾ അനക്കാൻ പറ്റത്തില്ല. Maybe they'll try to shut my mouth. അവരെന്റെ വായ But അടയ്ക്കാൻ the word of God cannot be put in a jail. എന്നാൽ ദൈവവചനത്തെ അടക്കുവാൻ ഒരു ജയിലിൽ സാധ്യമല്ല. Onesimus was converted into Christianity. ഒനേസിമോസ് ക്രിസ്ത്യാനിയായി തീർന്നു. Because the gospel is not dependent on your circumstance. It is dependent on the power of God. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ സുവിശേഷം നിന്റെ സാഹചര്യത്തെ അല്ല ദൈവശക്തിയെ ആശ്രയിച്ചാണ് സുവിശേഷം. Can you change the word of God? നമുക്ക് ദൈവനെ മാറ്റാൻ പറ്റുമോ? Can you change the power of God? ദൈവശക്തി മാറ്റാൻ No, പറ്റുമോ? no. Can you change the power of God? ഹല്ലേലൂയ. ദൈവവചനത്തെ നിനക്ക് ചങ്ങലയിടാൻ പറ്റുമോ? Nobody can do it. ആർക്കും സാധ്യമല്ല. Whatever your situation is, open your mouth and declare the wonders of God. നിങ്ങളുടെ സാഹചര്യം എന്താണ്? നിങ്ങളുടെ വായത്തോടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പ്രഖ്യാപിക്കുക. Oh, people may tell so many things about you. ആളുകൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി First, let പറഞ്ഞേക്കാം. a deliverance happen in your own home. ആദ്യം നിങ്ങളുടെ വീട്ടിൽ വിടുതൽ Tell നടക്കട്ടെ. them, my deliverance comes from the Lord, which made heaven and earth. ഹല്ലേലൂയ. നിങ്ങൾ അവരോട് പറയണം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് ഡെലിവറൻസ് വരും. Tell the people, right now God has called me to preach. ഹല്ലേലൂയ. ഇപ്പോ എന്നെ ദൈവം പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുന്നു. I did not come to preach you about what is happening in my home. I am coming to preach you about what is happening in my home upstairs. ആമേൻ. എന്റെ ഈ ലോകത്തിലെ വീട്ടിൽ എന്ത് നടക്കുന്നെന്ന് പ്രസംഗിക്കാനല്ല, എന്റെ സ്വർഗീയ ഭവനത്തിൽ എന്ത് നടക്കാൻ പോകുന്നെന്ന് പ്രസംഗിക്കാനാണ് നിന്നെ Speaking വന്നത്. the gospel, whatever your situation is, the gospel. ആമേൻ. നിങ്ങളുടെ സാഹചര്യം എന്തായാലും സത്യമായ സ്വർഗീയ സുവിശേഷം നിങ്ങൾ പറയണം. Yes. ആമേൻ. That is where deliverance is for many people. അവിടെയാണ് നിങ്ങൾക്ക് വിടുതൽ. Many people think, let me get all these things right, pastor, then I will start preaching the gospel. You got the wrong gospel. ഹല്ലേലൂയ. അനേകർ ചിന്തിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടെ എന്നിട്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുക. ഇത് തെറ്റായ സുവിശേഷം. Go and preach the gospel. നിങ്ങൾ സുവിശേഷം Go പ്രസംഗിക്കുക. witness to somebody every day. ഓരോരുത്തരോട് ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും നിങ്ങൾ Let a സാക്ഷിയാകുക. soul be stopped from going to hell. ഹല്ലേലൂയ. ഒരാത്മാവിനെങ്കിലും നരകത്തിൽ പോകുന്നത് തടയുക. Don't be so caught up with my deliverance, my deliverance, my deliverance, my deliverance. That's all some people can think of. എന്റെ വിടുതൽ എന്ന് പറഞ്ഞ് അതിനകത്ത് മാത്രം കുരുങ്ങി കിടക്കരുത്. No. Only God can deliver people. Do you know? നിങ്ങൾക്കറിയാമോ ദൈവത്തിന് മാത്രമാണല്ലോ വിടുവിക്കാൻ പറ്റത്തുള്ളൂ. I have wonderful news for some of us. നിങ്ങൾ മഹത്വം കൊടുക്കരുത്. Glory, hallelujah. മഹത്വം കർത്താവിന് മാത്രം How many കൊടുക്കണം. people would say an amen in agreement? എത്ര പേര് അതിനോട് യോജിക്കുവാൻ? Our Jesus Christ is alive. നമ്മുടെ യേശു ജീവിക്കുന്നു. And he continues to be alive. അവൻ എന്നേക്കും ജീവിക്കും. He has declared victory for this church. ഹല്ലേലൂയ. ആ യേശു കർത്താവ് ഈ സഭയ്ക്ക് ജയം I കൽപ്പിച്ചിരിക്കുന്നു. want to prophetically declare what the Lord told me this morning. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് പറഞ്ഞ Romans chapter 16 verses 19 and 20. ഹല്ലേലൂയ. റോമലേഖനം 16ന്റെ 19-20 വാക്യം. The God of peace shall soon crush Satan under your feet. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിന്റെ കാൽ കീഴിൽ ചതച്ചു കളയും. I declare it emphatically this morning. ഇന്ന് പകൽക്കാലം ഞാൻ അത് ആധികാരികമായി The പ്രഖ്യാപിക്കുന്നു. God of peace will soon crush Satan under the revival church in Philadelphia. ഓ സമാധാനത്തിന്റെ ദൈവം പിശാചിനെ റിവൈവൽ ചർച്ചിന്റെ കാൽ കീഴിൽ ചവിട്ടി Our തകർക്കും. families will declare the wonders of God in this nation. നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഈ ദേശത്ത് ഘോഷിക്കും. They shall stand up and say, the Lord has done tremendous things for us. അവരെഴുന്നേറ്റ് പറയും, എന്റെ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ We ചെയ്തിരിക്കുന്നു. shall say, we have been through the waters, we have been through the waves, people have rode on our back. Finally, the Lord has brought us into plenty. ഹല്ലേലൂയ. നമ്മൾ
തലയും നമ്മൾ അവനവന്റെ തീരും വെള്ളത്തിൽ കൂടി ഓടിക്കുമാറാക്കി എങ്കിലും അവൻ നമ്മളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. How many people can say that? ആമേൻ. എത്ര പേർക്ക് അത് I പറയാൻ just പറ്റും? said Psalm 66:12. ഹല്ലേലൂയ. 66 സംഗീതത്തിന്റെ 12 വാക്യമാണ് He പറഞ്ഞത്. made us to walk through waters. ഹല്ലേലൂയ. സ്തോത്രം. വെള്ളത്തിൽ കൂടി അവൻ നമ്മളെ He കടക്കുമാറാക്കി. made us to walk through fire. വെള്ളത്തിൽ കൂടി നടക്കുമാറാക്കി. He made men to ride over us. അവൻ മനുഷ്യനെ നമ്മുടെ തലയിൽ ഓടിക്കുമാറാക്കി. Yet എങ്കിലും He has brought us into plenty. സമൃദ്ധിയിലേക്ക് നമ്മുടെ കർത്താവ് നമ്മളെ That is കൊണ്ടുവന്നിരിക്കുന്നു. going to be the testimony of this church. ഈ സഭയുടെ സാക്ഷ്യം That അതായിരിക്കും. is going to be the testimony of every person connected to the church. ക്രിസ്തു ഈ സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും സാക്ഷ്യം Somebody അതായിരിക്കും. shout an amen. ആമേൻ.